വാർത്തകൾ തുടരുന്നു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ എൻട്രൻസ് കോച്ചിംഗ് പരിപാടിക്ക് തുടക്കമായി. ഡോക്ടർ ജോസ് റാഫേൽ ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഹിക്സൺ കട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വേണുഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അനിത തോമസ്, ഫാദർ ജോസ് ഒളാട്ടുപുറം, ഡോക്ടർ സി സെബാസ്റ്റ്യൻ, ഫാദർ അഗസ്റ്റിൻ കാട്ടാശ്ശേരി, സിസ്റ്റർ മേഴ്സി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ ഒരു മാസക്കാലത്തോളമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട ആക്ടിവ സ്കൂട്ടർ ദുരൂഹത ഉയർത്തുന്നു. പോലീസ് സ്റ്റേഷന് സമീപം വടക്കേനടയിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്താണ് KL 47C 3346 എന്ന നമ്പറുള്ള കറുത്ത ആക്ടിവ സ്കൂട്ടർ ഇരിക്കുന്നത്. ഒരു മാസത്തോളമായി ഈ സ്കൂട്ടർ ഇവിടെയുണ്ടെന്ന് പരിസരത്തെ വ്യാപാരികൾ പറയുന്നു. പലവട്ടം പോലീസിൽ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിലെ നഗരസഭാ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ജനകീയ അഭിപ്രായ രൂപീകരണത്തിന് 3-അംഗ സമിതിയെ നഗരസഭായോഗം നിയോഗിച്ചു. സമീപവാസികളുമായി ചർച്ച നടത്തി മാലിന്യ സംസ്കരണ പ്ലാന്റ് ദോഷകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അഭിപ്രായ ഐക്യമുണ്ടാക്കുകയാണ് സമിതിയുടെ ദൗത്യം. CPI അംഗം അശോകൻ, കോൺഗ്രസ് അംഗം AC കവിത, BJP അംഗം ON ജയദേവൻ എന്നിവരെയാണ് നഗരസഭാ കൗൺസിൽ നിയോഗിച്ചിട്ടുള്ളത്. നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കണമെന്ന് കോൺഗ്രസ് നഗരസഭാ കക്ഷി നേതാവ് BM ജോണി ആവശ്യപ്പെട്ടു. കയ്യേറ്റ ഭീഷണിയെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മേഖലയിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടൊഴിയുന്നു. അഴീക്കോട് ജെട്ടി കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനത്തിലും നിർമ്മാണ തൊഴിലിലും ഏർപ്പെട്ടുവരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് നിലനിൽപ്പിന് ഭീഷണി നേരിട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞുപോക്ക് ആരംഭിച്ചത്. സമീപകാലത്ത് അഴീക്കോട് പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഭീഷണിയും കയ്യേറ്റ ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ ബംഗാളികളായ തൊഴിലാളികളെ ഒരു സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘട്ടനത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായ 4 പേർക്കും 10 ബംഗാൾ സ്വദേശികൾക്കുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ബംഗാളികൾ, പ്രദേശം വിട്ടു പോകാൻ നിർബന്ധിതരാകുന്നത്. പെരുമ്പാവൂർ കൊലപാതക കേസിലെ പ്രതി അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് സംശയത്തിന്റെ നിഴലിലായ ഇവർ തങ്ങൾക്കു നേരെ ഇനിയും കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ്. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്ന ആവശ്യമുന്നയിച്ച് അഴീക്കോട്ടെ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. കെട്ടിടം പണിത് 10 വർഷം പിന്നിട്ടിട്ടും എടത്തിരുത്തി അംഗൻവാടിയിൽ വൈദ്യുതി എത്തിയില്ല. ചാമക്കാല മഹല്ല കമ്മിറ്റിയും UAE കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.